ഇതിൽ ആക്ച്വലി ഇവിടെ വേറൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് കാലിക്കറ്റ്. അപ്പോൾ ഇന്ന് ഇവര് പള്ളിച്ചട്ടമ്പിന്റെ ടീം കാലിക്കറ്റ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രസ് മീറ്റിലും സിനിമയിലെ പോലെ ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്താം എന്ന് തീരുമാനിച്ചതാണ്. ആക്ച്വലി ചില സിനിമകളും ചില കഥാപാത്രങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നതിന് ചില പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു രസമുള്ളൊരു പ്രത്യേകതയുള്ളൊരു കഥയുണ്ട് ആക്ച്വലി ഈ കഥാപാത്രത്തിന്റെ പിന്നിൽ എനിക്ക് പറയാൻ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഏട്ടൻ, ഇതിന്റെ തിരക്കഥാകൃത്തായ സുരേഷ് ഏട്ടൻ എന്നോടൊരു കഥയുടെ ഒരു തോട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് സുരേഷ് ഏട്ടൻ പറഞ്ഞ കഥയുടെ തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേറ്റ് 19th സെഞ്ചുറിയിൽ വയനാട് ഭാഗത്ത് വലിയ ഒരു സ്വർണ്ണ നിക്ഷേപം, ഒരു ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്നൊരു കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബ്രിട്ടീഷ് മൈനിങ് കമ്പനീസ് വയനാട് വരികയും ഒരു മൈനിങ് കോർപ്പറേഷൻസ് സെറ്റപ്പ് ചെയ്യുകയും ചെയ്ത ഒരു ചരിത്ര പശ്ചാത്തലം യാഥാർത്ഥ്യത്തിലുണ്ട്. അതിപ്പോ നമ്മൾ ആക്ച്വലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ ഫുൾ സ്റ്റോറിയൊക്കെ കിട്ടും. അന്ന് ഒരുപാട് എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ നമ്പേഴ്സും ഒന്നും എനിക്ക് ഫിഗേഴ്സ് ഒന്നും ഓർമ്മയില്ല. 35 ബ്രിട്ടീഷ് കമ്പനികൾ അന്ന് മൈനിങ് കോർപ്പറേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ ഒരു പശ്ചാത്തലം എനിക്ക് അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോ അങ്ങനെ വന്ന ഒരു മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത്സ് മൈനിങ് കോർപ്പറേഷൻ, ഒരു ഫിക്ഷണൽ ഒരു മൈനിങ് കോർപ്പറേഷനും മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ദമ്പതിമാർ അവരുടെ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ്സ് കണ്ടെത്താനുള്ള അവരുടെ ഒരു മൈനിങ് ശ്രമങ്ങളുടെ ഇടയിൽ അവരെടുത്ത് വളർത്തുന്ന കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ, ഒരു വയനാട്ടിലുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കഥ എന്നോട്, എനിക്ക് 2016 17 മറ്റോ ആണ് എന്നോട് ഈ വിഷയം പറയുന്നത്. ഈ കുഞ്ഞമ്പു എന്ന് പറയുന്ന കുട്ടി വളർന്നു വരികയും ബ്രിട്ടീഷുകാർ അയാൾക്ക് ഒരു പട്ടേലർ പദവി നൽകുകയും പിന്നീട് ഒരു മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്തിന്റെ ഒരു വലിയ ലാൻഡ് പാഴ്സൽ അയാൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അടക്കി ഭരിക്കുന്ന ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അന്ന് പക്ഷെ അദ്ദേഹം അത് പറയുകയും കൺസീവ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്കെയിൽ വലിപ്പം എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ നമുക്ക് അന്ന് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് അന്ന് തോന്നിയില്ല. അപ്പൊ അതിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന ആഗ്രഹമായി ബാക്കി വെച്ചിരുന്ന ഒരു കഥാപാത്രവും കഥയുമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡിജോ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ സുരേഷ് ഏട്ടനോടൊപ്പം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഈ പള്ളിച്ചട്ടമ്പി എങ്ങനെയാണ് ആ കഥയിലെ ഒരു ആൻസിലറി ആകുന്നതെന്നും ഈ കുഞ്ഞമ്പു എന്ന് പറയുന്ന കഥാപാത്രം, അതിൽ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രമായി മാറിയതിനു ശേഷമുള്ള ഈ കുഞ്ഞമ്പുവിന്റെ ഒരു പ്രസൻസ് ആ കഥയിൽ എങ്ങനെ വരുന്നുവെന്നും ഈ വിമോചന സമരത്തിന്റെ ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു പിനക്കിൾ ഹെഡ് എന്ന രീതിയിൽ ആ കഥാപാത്രത്തെ പള്ളിച്ചട്ടമ്പി എന്ന കഥയിൽ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചും സുരേഷ് ഏട്ടനും ഡിജോയും എന്നോടൊന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് ആക്ച്വലി ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഞാൻ ആ ക്യാരക്ടർ ശരിക്കും ഞാൻ ചെയ്യണം എന്നുള്ളൊരു നിമിത്തമായിരിക്കും അത്. ആ നിമിത്തം കറങ്ങിത്തിരിഞ്ഞ് എന്നിലേക്ക് എത്തിയതും അത് ഡിജോ സിനിമ ആക്കിയതും അതിലെനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദരനുമായ ടൊവിയുടെ സിനിമയിൽ ഞാൻ എന്നോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമായി തന്നെ ഒരു ചെറിയ ലെങ്ത്തിലെങ്കിലും അപ്പിയർ ചെയ്യാൻ പറ്റിയതിലും വലിയ സന്തോഷം. സിനിമ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇനിയിപ്പോ ഈ കഥാപാത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനായിട്ട് പറയണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ആക്ച്വലി അതിന്റെ ഇനിയിപ്പോ നിങ്ങൾ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുമ്പോൾ കാണാം, അതിന്റെ ക്രെഡിറ്റ്സ് ലൈനിൽ തൊട്ട് ഇപ്പൊ രാജു പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് ടച്ച് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് മോർ കണക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ തോന്നിയത്. ഞാൻ ഈ പറഞ്ഞ കഥ ആക്ച്വലി ഇറ്റ്സ് ഓൾ ഓൺലൈനിലും ഒക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ കഥ. അത് അന്ന് ബാണാസുര ഡാം ഒന്നും ഇല്ല. അപ്പോ ഇപ്പോ നമ്മൾ കാണുന്ന ഈ ബാണാസുര വെള്ളക്കെട്ടിന്റെ അടിയിൽ ഉള്ളൊരു ഭൂമിയിലൊക്കെ നടക്കുന്ന ഒരു കഥയായിരുന്നു അന്ന് എന്നോട് സുരേഷ് ഏട്ടൻ പറഞ്ഞത്. അതിന്റെ ഒരു റെഫറൻസ് ആണ് നമ്മുടെ കാണിയാർ എന്ന് പറയുന്ന ഒരു തരിയോട്ട് മലയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവും. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് പുറത്ത് ഡിജോയും രാജേട്ടനും ചേർന്ന് ചെയ്ത് ജനഗണമന എന്ന് പറയുന്ന സിനിമ, അതിപ്പോ പ്രത്യേകിച്ച് ഈ ഒരു പ്രസന്റ് അത് കൂടുതൽ അത് ചർച്ചയാവുന്നുണ്ട്. അതെ അതെ. എപ്പോഴായിരിക്കും ജനഗണമനയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്നത്? എന്നോട് ജനഗണമന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഷാരിസും ഡിജോയും അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ഐഡിയ എന്നോട് പറഞ്ഞാണ്. അങ്ങനെ ഒരു ഐഡിയ പറയാതെ ഞാനെന്ന് വന്നിരുന്ന് പറയില്ലല്ലോ ഞാൻ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന്. എനിക്ക് ഞാൻ എഴുതുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്ത സിനിമയല്ലല്ലോ, ഞാൻ നിർമ്മിക്കുക മാത്രം ചെയ്ത സിനിമയാണ്. അതിൽ അഭിനയിക്കുകയും ചെയ്തൊരു ആക്ടറാണ്.
അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഷാരിസും ഡിജോയും ജനഗണമനയുടെ ഈ അരവിന്ദ് സ്വാമിനാഥന്റെ ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് എന്നുള്ളതിനേക്കാൾ അരവിന്ദ് സ്വാമിനാഥന്റെ കഥ അതെന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അത് എന്നോടൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്തിരുന്നു. അതിനെയും എഴുതി വരണം, അത് ഞാനല്ലോ ചെയ്യേണ്ടത്. എനിക്കറിയില്ല. അതിന്റെ പണി നടക്കും. എന്നോടാണോ? ആ, ഓക്കെ. ഒരു സാധനം മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിജോ എടുത്തു വെക്കുന്ന ഫ്രെയിംസ് ഭയങ്കര സുന്ദരമായിട്ടുള്ള ഫ്രെയിംസ് ആണ്. അതിലുപരി നിങ്ങളുടെ ഫിസിക് ആണെങ്കിലും എല്ലാം ഇതിൽ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് രസമായിട്ട് ചെയ്തു എന്നുള്ളൊരു എലമെന്റ് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. റിലീസോടെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ വാട്ട് ഡു യു ഫീൽ അറ്റ് ദിസ് മൊമെന്റ്? എന്താണ് നിങ്ങൾക്ക് വരുന്ന ഫീഡ്ബാക്ക്? അല്ല, എനിക്ക് ഇത് മോശമാണെങ്കിൽ ഫീഡ്ബാക്ക് വരാറില്ല. നല്ലതാണെമ്പോഴാണ് ആൾക്കാർ അണ്ണാ കലക്കുന്ന ഫീഡ്ബാക്ക് അയക്കുക. അപ്പൊ ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇന്നലെ സിനിമ റിലീസായ സമയം മുതൽ എന്റെ കഥാപാത്രത്തിനെ കുറിച്ചും അതിൽ ഡിജോ എന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ചും ഈ കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലറിന്റെ പ്രത്യേകിച്ച് അയാളുടെ യങ്ങർ പോർഷൻസിലെ ഒരു സീനിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് വിളിച്ചറിയിച്ചു. അതിൽ വലിയ സന്തോഷം. എപ്പോഴും ഞാനൊരു സംവിധായകൻ കൂടി ആയതുകൊണ്ട് ഇത് പറയുന്നതിൽ ഒരു ചെറിയ അഭംഗി ഉണ്ടാകും. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എവറി ആക്ടർ ഇസ് ലിമിറ്റഡ് ബൈ ദ ഡയറക്ടർ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സംവിധായകൻ അനുവദിക്കുന്ന അളവിൽ മാത്രമേ ഒരു നടനോ നടിക്കോ ശോഭിക്കാൻ സാധിക്കൂ ഒരു സിനിമയിൽ. കാരണം അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ക്രിയേറ്റിവിറ്റിയുടെ പിന്നക്കിൾ എന്ന് പറയുന്നത് ഡയറക്ടറിന്റെ വിഷനാണ്. ആ വിഷനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു ആക്ടർക്കാണെങ്കിലും ഇനിവൻ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സിനിമയിൽ ഒരു നടൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു നടന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ പങ്ക് ആ സിനിമയുടെ സംവിധായകന് ഉള്ളതാണ്. അപ്പൊ അതിപ്പോ അരവിന്ദ് സ്വാമിനാഥൻ ആണെങ്കിലും കുഞ്ഞമ്പു നമ്പ്യാർ പട്ടേലർ ആണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ഡിജോയ്ക്കും ആ കഥാപാത്രങ്ങൾ എഴുതി സൃഷ്ടിക്കുകയും ചെയ്ത ഷാരിസിനും സുരേഷ് ഏട്ടനും ഉള്ളതാണ്. അപ്പൊ അതിൽ സംവിധായകൻ ആവശ്യമുള്ള അല്ലെങ്കിൽ സംവിധായകൻ ആഗ്രഹിച്ച പോലെ ഒരു മാനിഫെസ്റ്റേഷൻ ആ കഥാപാത്രത്തിന് എനിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷവും അഭിമാനവും. കാണാൻ പറ്റിയിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്നലെയും ഷൂട്ടിങ്ങിലായിരുന്നു. ഇന്നും എനിക്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് വേണം ഷൂട്ട് കണ്ടിന്യൂ. ഷൂട്ട് ആക്ച്വലി ഇതിനകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോറി, ഖലീഫയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ അവരോടോ എന്നോടോ? അല്ല, ക്യാമിയോ ആണെങ്കിലും നമ്മുടെ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് 1950s അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യവും അന്നുണ്ടായ ഒരു സംഭവത്തിന്റെ പാരലി നടന്ന ഒരു പാരലൽ ഹിസ്റ്ററി ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ക്യാമിയോ ആണെങ്കിലും ചെയ്യുക. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെ ഈ സിനിമ വരുമ്പോൾ അതിൽ കുറച്ച് പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാകുമ്പം നമ്മളായിട്ട് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ? ചില പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, ചിലതിനെ? അതിപ്പോ ഒരു പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, ഈവൻ ജിയോ പൊളിറ്റിക്കൽ മേഖലകളിൽ തൊട്ട് സംസാരിക്കുന്ന സിനിമാ ആവിഷ്കരണങ്ങളിൽ എനിക്കെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ആ സിനിമയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു പ്രത്യേക നറേറ്റീവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിൽ എനിക്ക് ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് അപ്പീലിംഗ്. അത് എനിക്ക് ചെയ്യണം തോന്നുന്നൊരു സിനിമ ആയിരിക്കില്ല. നേരെ മറിച്ച് ഓണസ്റ്റ് ആയിട്ടൊരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ആ കഥയിൽ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ കഥ പൂർണ്ണമാകൂ എന്ന രീതിയിലാണ് ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കഥ അപ്പീലിംഗ് ആവണം. ആ കഥ അപ്പീലിംഗ് ആകണമെങ്കിൽ അതിന്റെ ഇന്റൻഷൻ ഓണസ്റ്റ് ആയിരിക്കണം. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ഒരു സിനിമ ആകരുത്. സിനിമയുടെ ഉദ്ദേശം എപ്പോഴും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ ചിന്തിപ്പിക്കുക, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, പ്രേക്ഷകന് ഒരു നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നൽകുക. അതിനപ്പുറത്തേക്ക് ഒരു ഇന്റൻഷൻ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് ഈസ് ഓൾവേസ് ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി പൊളിറ്റിക്കൽ. ആർട്ടിസ്റ്റ് ക്യാൻ ഓൾവേസ് മേക്ക് എ ചോയ്സ്. അപ്പൊ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് ആസ് ലോങ് ആസ് ദി ഇന്റൻഷൻ ഓഫ് ദി ഫിലിം ഓർ ദ പീസ് ഓഫ് സിനിമ ദാറ്റ് ഐ ആം ബീങ് ഇൻവോൾവ് വിത്ത് ഇസ് ട്രൂ ആൻഡ് ഓണസ്റ്റ്, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. പൃഥ്വിരാജിന് വേണമെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഹീറോ തന്നെ ചെയ്യാം. അപ്പം വൈ ദിസ് ക്യാമിയോ, വൈ പള്ളിച്ചട്ടമ്പി? ആക്ച്വലി ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ
കുരുതി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ എനിക്ക് റോഷനെ വിളിച്ചിട്ട് എനിക്കൊരു ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കണം, അപ്പോൾ അതിൻ്റെ കഥയൊന്ന് കേൾക്കാൻ എവിടെ. അപ്പം റോഷൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റോഷനോട് കഥ നറേറ്റ് ചെയ്യാണ് കുരുതിയുടെ. അപ്പോൾ കുരുതിയുടെ ഫുൾ കഥ നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റോഷൻ കേട്ടോ ചേട്ടാ ഗംഭീരമാണ് ചെയ്യുന്നത്. റോഷൻ പിന്നെ ഡിസ്കഷൻ തുടങ്ങി, റോഷൻ എങ്ങനെയാണ് ലായിക്കായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല റോഷൻ ലായിക്ക് ഞാനാണ്, റോഷൻ ഇബ്രാഹിം ആകുമ്പോ മൂപ്പര് ചക്കായി. അല്ലപ്പോ ഇബ്രാഹിം ഹീറോ അല്ല, അത് ഹീറോ ആണ്, റോഷൻ ഹീറോ, ഞാൻ വില്ലന്. ഇപ്പൊ എനിക്ക് അങ്ങനൊരു ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല, എനിക്കൊരു വില്ലൻ നായകൻ ഒരു പരിപാടി. അടുത്തോ ഇല്ല അടുത്തൊന്നും പൊളിറ്റിക്കൽ ബേസ്ഡ് ഒന്നും തൽക്കാലം പിടിച്ചിട്ടൊന്നുമില്ല. ആസ് ഓഫ് നൗ ഒരു പീരിയഡ് സിനിമ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സിനിമ പീരിയഡ് സ്വഭാവമുള്ള സിനിമ. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ച് പൊളിറ്റിക്കൽ റിക്വയർമെന്റ്സ്, ഇപ്പൊ രാജു പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് പ്ലേസ്മെന്റിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ അതിൽ അതിഭീകരമായ പൊളിറ്റിക്സ് ഒന്നും ചർച്ച ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷൂട്ടിംഗ് നടക്കുന്നു? ഇല്ലില്ല, ഇനിയുണ്ട്. ഇനിയും അത് കുറച്ച് മാസങ്ങൾ കൂടി ഷൂട്ടിംഗ് പോകുന്നുണ്ട്. റിലീസാണോ? അതിന്റെ അടുത്ത് റിലീസാകാൻ പോകുന്ന സിനിമ ഞാൻ നിർമ്മിക്കുക കൂടി ചെയ്ത ഒരു ഐ നോബഡി എന്ന് പറയുന്ന സിനിമയാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്ത, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റ് ഒരുമിച്ച് നിർമ്മിക്കുന്ന, ഞാനും പാർവതിയും ഒരു വലിയൊരു കാസ്റ്റ് ഉണ്ട്. അപ്പൊ ആ സിനിമയുടെ ഒരു ടീസർ മേ ബി അടുത്ത മാസമൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഒരു ടീസർ റിലീസ് ചെയ്യുമായിരിക്കും. അതാണ് എന്റെ അടുത്ത് റിലീസാകാൻ പോകുന്ന സിനിമ. പള്ളിച്ചട്ടമ്പി കഴിഞ്ഞ് ഒരു പക്ഷേ പട്ടേലർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഒരു ലോങ് ടൈമിൽ കാണാൻ വേണ്ടി ആളുകൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വരാനുള്ള സാധ്യതകൾ ഇപ്പൊ പറയാൻ പറ്റുന്നത്? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടേലറിന്റെ അല്ല, കുഞ്ഞമ്പുവിന്റെ കഥയാണ് ഞാൻ ആദ്യം സുരേഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നത്. അത് ഞാൻ ആ പണ്ട് കേട്ട സമയത്ത് തന്നെ നമുക്കിത് ഒരു മലയാളം സിനിമയുടെ ഒരു ഫൈനാൻഷ്യൽ ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് അന്ന് എനിക്ക് തോന്നിയില്ല. ടു ബി ഫ്രാങ്ക്, ഇന്നും അതൊരു ചാലഞ്ചാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാമല്ലോ. അതായത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള മൾട്ടിപ്പിൾ ബ്രിട്ടീഷ് മൈനിങ് കോർപ്പറേഷൻസ് വരികയും അവര് വയനാട് അതിനൊക്കെ ഒരു ഭയങ്കര സ്കെയിലും ഒക്കെ ഉള്ളൊരു, പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് മേ ബി ഇന്ന് കുറച്ചുകൂടെ അത് നമുക്ക് ആക്സസിബിൾ ആയിരിക്കാം. കാരണം ഇന്നിപ്പോൾ മലയാള സിനിമ വളർന്നു, നമ്മുടെ മാർക്കറ്റ് വളർന്നു, നമുക്കൊരു സിനിമയ്ക്ക് ചെലവാക്കാൻ പറ്റുന്ന ഒരു പൈസ എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ലിബർട്ടിയൊക്കെ വന്നു. പക്ഷേ ആസ് ഓഫ് ടുഡേ ആ കഥാപാത്രത്തിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ സിനിമയുടെ നിർമ്മാതാക്കളും തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. പിന്നെ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു ഒരു വ്യവസ്ഥിതിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. അപ്പോ ഒരു സിനിമ കണ്ടു അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായം പേഴ്സണലായിട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പറയാനുള്ള എല്ലാ അവകാശവും ഇന്നുണ്ട്. എനിക്ക് ആക്ച്വലി സംസാരിക്കാനുള്ളത് പ്രേക്ഷകരോടാണ്. കാരണം ഈ അഭിപ്രായം അല്ലെങ്കിൽ റിവ്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരാളുടെ അഭിപ്രായമാണ് എന്നുള്ളതും അതിന് തികച്ചും വിപരീതമായ മറ്റൊരു അഭിപ്രായത്തിനും അത്ര തന്നെ പ്രസക്തിയുണ്ട് എന്നുള്ളൊരു വസ്തുതയും നിങ്ങൾ മറക്കാതിരിക്കുക. അതിനെ ആസ്പദമാക്കി സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യരുത്. ആ തീരുമാനം എടുക്കാനുള്ളൊരു വിവേചന ബുദ്ധി ഉണ്ടാവുക എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് നടത്താനുള്ളൂ. കാരണം ഓരോ റിവ്യൂവറിന്റെ അഭിപ്രായം, അതിപ്പോൾ ഒരു സിനിമ ഗംഭീരമാണെന്ന് പറയുന്ന ഒരാളാണെങ്കിലും സിനിമ വളരെ മോശമാണെന്ന് പറയുന്ന ഒരാളാണെങ്കിലും അത് ആ റിവ്യൂവറിന്റെ അഭിപ്രായം മാത്രമാണ്. ആൻഡ് യു റെസ്പെക്ട് ഹിം ഓർ ഹർ ഫോർ ദാറ്റ് ഒപ്പീനിയൻ. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഒപ്പീനിയനും അത്ര തന്നെ പ്രസക്തി ഉണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചധികം സിനിമകൾ അഭിനയിച്ച് തീർക്കാനുണ്ട്. അപ്പൊ അത് കുറെ നാളായിട്ട് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കുറച്ച് സിനിമകളാണ്. അപ്പൊ ഞാൻ വീണ്ടും ഒരു കൊല്ലം ഞാൻ സംവിധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോയാൽ അത് അവരോടൊക്കെ ചെയ്യുന്ന, കാരണം എല്ലാവരോടും ഞാൻ എമ്പുരാൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സിനിമകളാണ് ഇപ്പൊ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് ടൈം എടുക്കും. 1-2 പരിപാടികൾ ഇങ്ങനെ മനസ്സിലുണ്ട്, അറിയില്ല, നോക്കട്ടെ. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യണം തീർച്ചയായിട്ടും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നോക്കട്ടെ.
എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് കുറെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ. രാജുവിനെ അടുത്തൊരു എൽത്രയിൽ നിന്ന് എന്തെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള ഒരു വേണ്ട, അല്ലെങ്കിൽ അടുത്തൊരു ഇതിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു ഇല്ല, വിമർശനങ്ങൾ കാരണം ഒരു സിനിമ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ എനിക്ക് ഇപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇൻ ജനറൽ അതിന്റെ ഒരു അടുത്ത ഭാഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. അപ്പൊ എനിക്കത് ആണ് വലിയൊരു മോട്ടിവേഷൻ, വലിയൊരു പ്രചോദനം. കാരണം ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ ഇപ്പോൾ ഒരു ചോദ്യമെങ്കിലും L3 എന്നാണ് എന്ന്, അല്ലാതെ ഇന്ന് വരെ ഞാനൊരു പ്രസ് മീറ്റ് പോയിട്ട് എന്റെ അമ്മ L3 കുറിച്ചൊന്നും ചോദിക്കേണ്ടെന്ന് ആരും അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോ അതുള്ളിടത്തോളം കാലം അത് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് സത്യത്തിൽ എന്റെ ഓഫ്കോഴ്സ് ലാലേട്ടന്റെ ഒക്കെ സമയം എന്റെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അല്ലാതെ 1-2 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഡയറക്ടോറിയലി. അത് കമ്മിറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യാമെന്ന് ഞാൻ ഒരു മോറലി ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള 1-2 പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കാര്യങ്ങൾ നോക്കണം. കഴിഞ്ഞോ? അതെ, ഈ സാധാരണ ക്യാമിയ റോളാണെങ്കിൽ പോലും സംസാരം ഈ സിനിമ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇപ്പം പുതിയൊരു സിനിമ ഒരു ഇതിലുള്ള രീതി ഒരു പക്ക ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള മൂവി എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? അതായത് ഈ സിനിമയിൽ ഇപ്പൊ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പൊ 1950 സംഭവിച്ചൊരു ഇതിൽ ക്യാമിയ റോളായിട്ടാണ്. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഡിജോ എന്നോട് പറഞ്ഞിട്ടുള്ള കഥകളിൽ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള 2 കഥകൾ, ഒന്ന് ജനഗണമനയുടെ അടുത്ത ഭാഗവും, 2 വേറൊരു കഥയുണ്ട്. അതിന്റെ പേരൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ടൈറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന അതൊരു 2 ആക്ടേഴ്സ് ഒന്നിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പൊ അതിൽ ഒരു വേഷം എന്റെ അടുത്ത് പിച്ച് ചെയ്തിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതും ഒരു വലിയൊരു ആക്ഷൻ സിനിമയാണ്. അല്ല, അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ ഫിലിമാണ്. അപ്പൊ അതിന്റെ എന്നെക്കാളൊരു സീനിയർ ആക്ടർ വേണം മറ്റേ വേഷം ചെയ്യാൻ. അപ്പൊ അതിങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേരുകളും ഡിസ്കഷൻസും ഒക്കെ. ഞാൻ ഈ ബഡ്ജറ്റ് ആക്ച്വലി തീരുമാനിക്കുന്ന ഡയറക്ടർ അല്ല. ഞാൻ എപ്പോഴും ഇത് മുരളിയും ഞാനും കൂടെ ഉണ്ടാകുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ബഡ്ജറ്റ് തീരുമാനിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കാരണം എഴുതി വെക്കുന്നതാണല്ലോ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? വലിയൊരു സിനിമ ആയിരിക്കുകയാണെങ്കിൽ തന്നെ പ്രൊഡക്ഷൻ സൈഡാണ് ഒരു പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായാൽ, എന്നെ കൊണ്ട് പറ്റുന്ന സിനിമകളെ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഇപ്പോ എനിക്കിപ്പോ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സിനിമയാണ്. അത് അത്യാവശ്യം ഇപ്പൊ ഖലീഫ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ ജിനു എബ്രഹാം സമ്മതിച്ചില്ല. അയാള് പറഞ്ഞു വേണ്ട, ശമ്പളം വാങ്ങിച്ച് അഭിനയിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അത് സത്യത്തിൽ ഞാൻ ഹലോ ചട്ടമ്പി, ഹവറി നീ കലക്കിയെന്ന് കേട്ടല്ലോ. ഞാൻ കാണണം. ഇവിടെ ഷൂട്ടും തീരുന്നില്ല. ഒടുക്ക് എവിടെയാണ്? അത് ശരി. നടക്കട്ടെ. മനസ്സിലായി. മോസിനോട് നച്ചുണ്ടോ അവിടെ? ഓക്കെ. മോസിനോട് അന്വേഷണം പറഞ്ഞേ. ഹലോ, എങ്ങനെ സുഖം? പൊളിക്കൂ. ഓക്കെ, ശരി. സോറി, എന്തായിരുന്നു ചോദ്യം? കുറച്ചിങ്ങനെ ആൾക്കാരെ അറിഞ്ഞു എന്ന് തോന്നി. എന്റെ ആഗ്രഹവും ഡിജോന്റെ ആഗ്രഹവും അത് ഫസ്റ്റ് ഷോ വരെ ആരും അതിനെക്കുറിച്ച് ഒരു അതിനുവേണ്ടി ഇതെന്താ അറിയോ, ആക്ച്വലി ഇപ്പൊ നമ്മള് അതിനുവേണ്ടി ഷൂട്ടിങ്ങിന് എടുക്കുന്ന ചില എഫേർട്സ് ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിതിന്റെ അവസാനം ഷൂട്ട് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ കാരവന് അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ കുടയൊക്കെ വെച്ച് മറിച്ച് അങ്ങനെയൊക്കെ പോവുക. എന്നിട്ട് ഇത് റിലീസിന് വരുമ്പോ നമ്മൾ എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടെന്നുള്ളൊരു. അപ്പൊ നമ്മുടെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു, സിനിമ റിലീസായിട്ട് മാത്രം. അത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടില്ല, ഇപ്പൊ സിനിമ കാണുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ഒരു എക്സ്പീരിയൻസ് ആയേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.